ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ടീച്ചറമ്മ ക്ലാസ്സുകൾ അടിപൊളിയാവുന്നുണ്ട്. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നോ പറയേണ്ടടുത്ത് നോ പറയുക എന്നുള്ളത്. അപ്പോൾ അത് ഒരുപാട് ഉപകാരപ്പെട്ടു. നോ പറഞ്ഞപ്പോൾ ലൈഫിൽ ഒരുപാട് മാറ്റം വന്നു, സന്തോഷം വന്നു, ഇപ്പോൾ കുറ്റബോധം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കോൾസ് ആൻഡ് മെസ്സേജസ് വരുന്നുണ്ട്. ഒത്തിരി സന്തോഷമാണ് മക്കളെ. നിങ്ങളെ സഹായിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാര്യം എനിക്കിന്നുള്ള ഈ എന്താ പറയുക, നിലയും വിലയും സക്സസ്സും ഒക്കെ തന്നത് എൻ്റെ മക്കളാണ്. ഞാൻ എന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. എന്നും എന്താ പറയുക, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ്. നന്ദി പറയണം എന്ന് ടീച്ചർമാർ പഠിപ്പിക്കാറുണ്ടല്ലേ. നമുക്ക് എല്ലാവരോടും വേണ്ടുന്ന ഫീലിംഗ് നന്ദിയാണ്. ഇപ്പോൾ അതേ എനിക്ക് ഈ വീഡിയോ എടുത്തു തരുന്ന കണ്ണമോനോട് നന്ദി. അതുപോലെ നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് ഇപ്പം ചെയ്യുന്ന കണ്ണമോന് MBAക്ക് പോകേണ്ടതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ടീമിനെ ഏൽപ്പിച്ചേക്കണം. അപ്പോൾ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് തരുന്ന എൻ്റെ ടീമിന് നന്ദി. അതുപോലെ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ യൂട്യൂബിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും നന്ദി. ഞാനിങ്ങനെ മനസ്സിൽ തട്ടി ഓരോ നന്ദികളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ എൻ്റെ കുരിശുമുട്ടിലെ എൻ്റെ കുടുംബ വീടിനോട് ചേർന്നൊരു മതിലുണ്ട്. ആ മതിലിനും വീടിനും ഇടയ്ക്ക് കുറച്ചൊരു സ്പേസേ ഉള്ളൂ. ആ സ്പേസിലൂടെ നടന്ന് ഞാനിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യുമായിരുന്നു, നന്ദി പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. ആ നന്ദി പറച്ചിൽ ശരിക്കും എന്നെ ലണ്ടൻ വരെ എത്തിച്ചു. ലണ്ടനിലെ സ്ട്രീറ്റിലൂടെ ഞാനിങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ എൻ്റെ കണ്ണ് സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകുമായിരുന്നു. ദൈവമേ, എനിക്ക് ഇത്രത്തോളം സൗഭാഗ്യങ്ങൾ നീ തന്നല്ലോ. എണ്ണി ഓരോ കാര്യങ്ങൾക്കും നന്ദി പറയുമ്പോൾ ദൈവം കൂടുതൽ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കുകയാണ് മക്കളെ. ആ നന്ദി പറച്ചിൽ കൊണ്ടാവും ടീച്ചറമ്മയ്ക്ക് ഓരോ നിമിഷം കഴിയുന്തോറും സക്സസ്സിന് മീതെ സക്സസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും പറയും, ടീച്ചറമ്മ ഇങ്ങനെ സക്സസ്സിനെ കുറിച്ചൊക്കെ എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ദൃഷ്ടിദോഷം ഉണ്ടാവത്തില്ലേ, ആളുകൾ മോശം ചിന്തിക്കില്ലേ എന്നൊക്കെ പറയും. ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല മക്കളെ. കാര്യം കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ എൻ്റെ എല്ലാ സക്സസ്സുകളും ഞാൻ എപ്പോഴും തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ അതൊന്നും നമുക്ക് ഒരിക്കലും ദോഷമായിട്ട് വന്നിട്ടില്ല. നിങ്ങൾ ആവശ്യമില്ലാത്തൊന്നും ബിലീവ് ചെയ്യരുത് കേട്ടോ. ദൃഷ്ടിദോഷം അതിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്കത് സംഭവിക്കാം. അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഞാൻ ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയുവാണെങ്കിൽ ടീച്ചർമ്മ ആ ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ ചെയ്യാം കേട്ടോ മക്കളെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് യൂണിറ്റി ഈസ് സ്ട്രെങ്ത് എന്നുള്ളതാണ്. നമ്മൾ പറയില്ല, ഐക്യമത്യം മഹാബലം. മക്കളെ, ഒരു കാട്ടിൽ 4 കാളകളുണ്ടായിരുന്നു. ഈ കാളകൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ. ഇവർ തിക്ക് ഫ്രണ്ട്സ്, നമ്മൾ പറയാം ചങ്ക് ഫ്രണ്ട്സ്, കട്ട ഫ്രണ്ട്സ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സിംഹം ഉണ്ടല്ലോ, കുറേ നാളുകൾ കൊണ്ട് ഈ കാളയെ ആക്രമിച്ച് ഭക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. പക്ഷേ ഇവർ 4 പേരും കൂടി ഇങ്ങനെ കൊമ്പ് ഉയർത്തിക്കൊണ്ട് തെറിപ്പിച്ചൊരു നോട്ടം നോക്കുമ്പോണ്ടല്ലോ, സിംഹം ഭയന്നോടും. ആ അവസ്ഥയായിരുന്നു. നല്ല 4 കാളക്കൂറ്റന്മാരായിരുന്നു. അങ്ങനെ ഈ കാളക്കൂറ്റന്മാർ ഭയങ്കര ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് ഇവർക്കിടയിൽ ഒരു അസ്വാരസ്യം ഉണ്ടായി. എന്തോ കാര്യം പറഞ്ഞിട്ട് ഇവർ 4 പേരും കൂടെ പൊരിഞ്ഞ അടിയായി. 4 പേര് 4 ദിശയിലേക്ക് പോയി. അങ്ങനെ നമ്മുടെ സിംഹം നോക്കിയപ്പോൾ ഉണ്ടടാ, 4 കൂടെ ഏത് സമയവും അടയും ചക്കരയും പോലെ നടക്കുന്ന ഇവർ സെപ്പറേറ്റ് ആയിട്ട് നടക്കും. സിംഹത്തിൻ്റെ കാര്യം പിടിയിട്ട് സിംഹം തക്കം പാർത്തിരുന്ന് ഒരു കാളക്കുട്ടനെ കശാപ്പ് ചെയ്ത് കഴിച്ചു. ഇതറിയാത്ത 2ാമത്തെ കാളക്കുട്ടനെ അതുപോലെ തന്നെ ഈ സിംഹം ആക്രമിച്ച് ഭക്ഷിച്ചു. മറ്റവർ 2 പേരും ഈ വിവരം അറിഞ്ഞു. അവർക്ക് ഭയങ്കര വിഷമമായി. അവർ ചിന്തിച്ചു, ഞങ്ങൾ 4 പേരും ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ആ 2 പേരെയും ഞങ്ങൾക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. ചെയ്ത തെറ്റ് കാളയ്ക്ക് മനസ്സിലായി. അപ്പോൾ ടീച്ചറമ്മ ഈ കഥകളൊക്കെ പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് എൻ്റെ മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കഥകൾ നമ്മുടെ മനസ്സിൽ നിൽക്കും. നിങ്ങൾക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ ഒരു കഥ നിങ്ങൾക്ക് ഓർമ്മ വരും. നമ്മുടെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും, ഭാര്യ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഭർത്താവ് വെസ്റ്റ് എന്ന് പറയാം. 2 പേരും ഒരു ഐക്യതയും ഇല്ല, സ്നേഹവും ഇല്ല. ഇതിനിടയിൽപ്പെടുന്ന കുഞ്ഞുങ്ങൾ കിടന്ന് വിഷമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും പല ഭർത്താക്കന്മാരും കാണുന്നത്, ഭാര്യ വരുമാനമില്ല എന്നുണ്ടെങ്കിൽ പല സ്ത്രീകളും പറയുന്നൊരു കാര്യമാണ്, എനിക്കൊരു അടുക്കളക്കാരിയുടെ സ്ഥാനമാണ് ടീച്ചറമ്മ, ഒരു വിലയും തരുന്നില്ല, നീ ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ നിനക്ക് സുഖമാണോ, നീ സന്തോഷമായിട്ടിരിക്കും, ഒരു വാക്ക് പോലും ചോദിക്കുക, ഒരു നല്ല വാക്ക് കൊടുക്കുക, ഒരു അപ്രീസിയേഷൻ കൊടുക്കുക, ഒന്നുമില്ല. അതുപോലെ ഞാൻ സ്ത്രീകളെ മാത്രമല്ല കേട്ടോ പറഞ്ഞത്, പല പുരുഷന്മാർക്കും വാല്യൂ കൊടുക്കാത്ത സ്ത്രീകളുണ്ട്. ഒരു റെസ്പെക്റ്റും കൊടുക്കാതെ, പൈസ ഏൺ ചെയ്തില്ല, നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും നികൃഷ്ടമായിട്ട് ഭർത്താവിനെ കാണുന്ന സ്ത്രീകളുമുണ്ട്.
രണ്ടുപേരും ഐക്യതയിൽ നിൽക്കുമ്പോഴാണ് മക്കൾക്കുണ്ടാകുന്ന ഒരു സന്തോഷം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മക്കളുടെ ഭാഗത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കണം. അച്ഛനും അമ്മയും തമ്മിൽ പൊരിഞ്ഞ അടിയാകുമ്പോൾ ഇത് അഫക്റ്റ് ചെയ്യുന്നത് മക്കളെയാണ്. അവർക്ക് സ്കൂളിൽ ചെന്നിരുന്ന് പഠിക്കാൻ ചെന്നാൽ അവർക്ക് സന്തോഷം കാണില്ല, സമാധാനം കാണില്ല. നേരെ മറിച്ച് കുടുംബത്തിൽ ഐക്യതയും സ്നേഹം ഉണ്ടെങ്കിൽ ആ കുടുംബം എത്ര സന്തോഷകരമായി മുന്നോട്ട് പോകുന്ന ആലോചിച്ച് നോക്കേ. ഈ പൈസ എന്ന് പറയുന്നത് മാത്രമല്ല സക്സസ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം വേണ്ടുന്ന കുടുംബത്തിൽ, ഇപ്പോൾ നമ്മുടെ സിൽവർ ക്ലാസ്സിൽ വരുമ്പോൾ ടീച്ചർമാർ പഠിപ്പിക്കുന്ന ആദ്യത്തെ കാര്യം നിങ്ങൾ ഫുൾ ടൈം 24/7 ഹാപ്പി ആയിട്ട് എങ്ങനെ ഇരിക്കാം എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ വീടിനെ സ്വർഗ്ഗമാക്കാനുള്ള കാര്യങ്ങൾ അല്ലേ, അതൊക്കെയാണ് പഠിപ്പിച്ചു തരുന്നത്. ഒരുപാട് പേര് കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട് സിൽവർ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് ബാച്ച് എന്നാണ് ടീച്ചർമാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂലൈ 2-ാം തീയതിയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന് ജോയിൻ ചെയ്യാനായിട്ട് 9567274997 എന്ന ടീച്ചർമയുടെ പേഴ്സണൽ സെക്രട്ടറി മിനിയെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. ഓൾറെഡി അതിനുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു, ഗ്രൂപ്പൊക്കെ ഫില്ലായി, ഒരുപാട് പേര് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. സമയത്ത് വന്ന് അഡ്മിഷൻ എടുക്കാൻ നിൽക്കാതെ നേരത്തെ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കാം. അപ്പോൾ ഇങ്ങനെ അതുപോലെ തന്നെ സഹോദരങ്ങൾ തമ്മിൽ തല്ലിപ്പിരിഞ്ഞ് നാല് പേരുണ്ട്, നാല് കൊമ്പത്ത്, അച്ഛനും അമ്മയും വേറെ, അങ്ങനെ ഒരു ഐക്യതയും സ്നേഹവും ഇല്ലാതെ ശിഥിലമായി കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളുണ്ട്. അതുപോലെ സുഹൃത്തുക്കൾ തങ്ങളിൽ പ്രശ്നങ്ങളായിട്ട് ഒരു ഐക്യതയില്ലാതെ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ നമ്മുടെ പ്ലാറ്റിനം ഫാമിലി, നിങ്ങൾക്കറിയാമല്ലോ ടീച്ചർമയുടെ സിൽവർ ഗോൾഡ് പ്ലാറ്റിനം എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം സപ്പോർട്ടാണ്. അപ്പോൾ ലൈഫ് ടൈം ടീച്ചർമ ഒരു മെൻറ്ററായിട്ട് കൂടെ ഉണ്ടാവും. നമ്മുടെ പ്ലാറ്റിനം ഫാമിലിയിലുള്ള എല്ലാ സ്റ്റുഡൻസിനോടും ഞാൻ പറഞ്ഞേക്കുന്നത്, അടുത്ത 2027 ജൂലൈ മാസത്തിലാണ് നമ്മുടെ അടുത്ത കുടുംബ സംഗമം വരുന്നത്. അപ്പോൾ കുടുംബ സംഗമത്തിൽ നമുക്ക് പ്ലാറ്റിനത്തിലുള്ള എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാൽ, ഇപ്പോൾ ഞാൻ ഒരു പ്ലാറ്റിനത്തിൽ തന്നെയുള്ളൊരു സ്റ്റുഡൻറ്റിന് ഞാനൊരു വീട് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പ്ലാറ്റിനം സ്റ്റുഡൻസിനോട് ഞാൻ പറയുന്ന, മക്കളെ ഞാൻ ചെയ്യുന്നുണ്ട് ഇൻഡിവിജ്വലായിട്ട്, പക്ഷേ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാൽ നമുക്ക് പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ നമുക്ക് വലിയ ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഏറ്റവും അർഹതപ്പെട്ട ഒരു വ്യക്തിക്ക് നമുക്കൊരു വീട് വെച്ച് കൊടുക്കാം. അത്രയും ബുദ്ധിമുട്ടുള്ള, അത്രയും കഷ്ടപ്പാടുള്ള, അത്രയും ദാരിദ്ര്യമുള്ള ഒരു വ്യക്തിക്ക് നമുക്കൊരു വീട് വെച്ച് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും കൈയടിച്ച് അവർ ഓക്കെ പറഞ്ഞു. അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കാര്യം എല്ലാവരും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ ഈ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ നമുക്ക് വലിയൊരു തുക സമാഹരിച്ച് അർഹതപ്പെട്ട ഒരു വ്യക്തിക്ക് അടുത്ത പ്ലാറ്റിനത്തിൻ്റെ കുടുംബ സംഗമത്തിൽ താക്കോല് കൈമാറത്തക്ക രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഐക്യതയോടെ നിന്നാലുള്ള ഗുണത്തെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ അങ്ങനെയുള്ള പുണ്യപ്രവൃത്തികൾ ചെയ്യണം മക്കളെ. അങ്ങനെയുള്ള പുണ്യപ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമുക്ക് ഈശ്വരാനുഗ്രഹം ഒരുപാട് ലഭിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ അർഹതപ്പെട്ട ഒരു വ്യക്തിയെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് എത്രയും പെട്ടെന്നൊരു വീട് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഒരു വർഷമല്ല, ഇനി വരും വർഷങ്ങളിലും ഓരോ വർഷവും ഓരോ വീടുകൾ വെച്ച് കൊടുക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ആദ്യ വർഷം വെച്ച് കൊടുക്കുക 2027 വെക്കുന്ന വീടിന് പ്ലാറ്റിനം 1, അടുത്ത വർഷം പ്ലാറ്റിനം 2, പ്ലാറ്റിനം 3, അങ്ങനെ ഓരോ വർഷവും പ്ലാറ്റിനം മെമ്പേഴ്സ് ചേർന്നിട്ട് ഒരു വീട് വെച്ച് കൊടുക്കുകയാണ്. അവർ പ്ലാറ്റിനത്തിലേക്ക് വരുമ്പോൾ പ്ലാറ്റിനത്തിന് അടച്ച പൈസയെക്കാട്ടിലും അതിൻ്റെയൊക്കെ ഒരു 100 ഇരട്ടി വരെ ഏൺ ചെയ്തവരുണ്ട് ഇപ്പം ചുരുങ്ങിയ സമയം കൊണ്ട്. അപ്പോൾ അവർക്ക് അത്രയും സമ്പത്ത് വരുമ്പോൾ അവരൊക്കെ ടീച്ചർമാർ ഞങ്ങളൊരു 25,000, ഞങ്ങൾ 10,000 ഇപ്പോഴേ ഏത് അക്കൗണ്ടിലേക്ക് ഇടേണ്ടതെന്ന് ചോദിച്ച് വിളിക്കുക. ഞാൻ പറഞ്ഞ മക്കളെ വെയിറ്റ് ചെയ്യും, ഇതെല്ലാം കറക്റ്റായിട്ട് അതെല്ലാം പ്രോപ്പറായിട്ടുള്ള ചാനലിലൂടെ ആയിരിക്കും. സത്യസന്ധമായിട്ട് അവർക്കറിയാം ടീച്ചർമാർ എന്ന വ്യക്തി അത്രയും സത്യസന്ധമായിട്ട് എല്ലാം ചെയ്യുള്ളൂ എന്ന്. അപ്പോൾ അതെല്ലാം ഒന്ന് കറക്റ്റാക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞേക്കാണ്. അപ്പോൾ നിങ്ങളും പ്ലാറ്റിനത്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും പ്ലാറ്റിനം ക്ലാസ്സിൽ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഐക്യതയോടെ ഇരിക്കുക. നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്ത് പവറായിരിക്കും, അതിനെപ്പറ്റി ചിന്തിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ തരുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കുടുംബത്തിലോ ഫ്രണ്ട്സിനിടയിലോ ഫാമിലിയിലോ ഒക്കെ ആരോടെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്ത് എല്ലാവരുമായിട്ടും ഐക്യത ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പ്രാക്ടീസ് ചെയ്യണേ മക്കളെ. ഗ്രാറ്റിറ്റ്യൂഡ് വാക്കൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റ ബൈ ബൈ, ലവ് യു.